എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് ചെറിയൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. ആക്ച്വലി സന്തോഷത്തോട് ഒരു ചിരിച്ച് അടിച്ചു പൊളിച്ച് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ ന്യൂസൊക്കെ കാണുമ്പോൾ കിളി പോകുന്നുണ്ട് ചെറുതായിട്ട്. ജസ്റ്റ് 8-9 പേര് മരിച്ചു എന്നാണ് വയനാട് അറിയാൻ കഴിഞ്ഞത്. അത് കഴിഞ്ഞ് ഉച്ച തിരിഞ്ഞ് കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരിച്ച് വീട്ടിൽ വന്നപ്പോഴാണ് അത് 100-ന് മേലെ കടന്നു കഴിഞ്ഞത്. അപ്പോഴാണ് എനിക്ക് അതിൻ്റെ ഭീകരത എന്താണെന്ന് മനസ്സിലായ. നമുക്കെന്തായാലും പ്രാർത്ഥിക്കുക, സേഫായിട്ട് ഇരിക്കുക, വേറെ എന്താ അതൊക്കെയാണ്. സോ ഇന്ന് ആക്ച്വലി സൊമാറ്റോ വ്ളോഗാണ് ആക്ച്വലി. കാരണം സൊമാറ്റോ വ്ളോഗ് നമ്മൾ എല്ലാ ദിവസവും സൊമാറ്റോ വ്ളോഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക് സൈക്കിൾ നമ്മുടെ കയ്യിലുള്ള ദിവസം ഫുള്ള് സൊമാറ്റോ വ്ളോഗ് ഇടും. എന്നിട്ട് ആഴ്ചയിലാണ് ഈ സൊമാറ്റോ വ്ളോഗ് ഇടുന്നത്. അല്ലെങ്കിൽ ആവർത്തന വിരസത വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇന്ന് ഇപ്പോൾ 31-ാം തീയതിയാണ്. വലിയ ഇഷ്യൂവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇവിടെ നമ്മുടെ വീട്ടിൽ സേഫും കാര്യങ്ങളൊക്കെയാണ്. ഒരു കുന്നിൻ്റെ മേലെ തന്നെയാണ് നമ്മുടെ ഒരു ഇതും. അപ്പോൾ ഇവിടേക്കൊന്നും വെള്ളം കയറാറില്ല. നമ്മുടെ ആ സൈഡിലേക്ക് അങ്ങോട്ട് പാടം, ആ സൈഡാണ് നമ്മുടെ റാമ്പ് ഉണ്ടാക്കിയതില്ലേ, ആ സൈഡ് അങ്ങോട്ട് വെള്ളം കയറുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വരുള്ളൂ കേട്ടോ. ഇപ്പോൾ നമുക്ക് സേഫാണ്. അപ്പോൾ നിങ്ങളും സേഫാണ്, നല്ല രീതിയിൽ സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വല്ല മലയുടെ മണ്ടയ്ക്കൊന്നും ഇപ്പോൾ പോവല്ലേ എന്ന് പറഞ്ഞിട്ട് ഓഫ് റോഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും ഒരിക്കലും പോയിട്ടില്ല, സേഫായിട്ടിരിക്കുന്നു. സോ നമ്മുടെ ഇലക്ട്രിക് സൈക്കിൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇലക്ട്രിക് സൈക്കിൾ സൊമാറ്റോ വ്ളോഗാണെന്ന് സൊമാറ്റോ എടുക്കാൻ പോകണം. കാരണം ഇന്ന് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളതാണ്, ബുക്ക് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സർവീസ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മളത് ചെയ്ത് കൊടുക്കണ്ടേ. അപ്പോൾ നമ്മളിന്ന് സൊമാറ്റോ വ്ളോഗ് ഇറങ്ങാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ യൂഷ്വൽ ഇതിലേക്ക് പോകാം ഗൈസ്. നമുക്ക് ഫസ്റ്റത്തെ ഓർഡർ അടിച്ചിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റത്തെ ഓർഡർ എവിടെയാണെന്ന് നോക്കി നോക്കാം. ഇവിടെയാണെങ്കിൽ ഒടുക്കത്തെ ഇതാണ് കേട്ടോ, വെള്ളവും എല്ലാം കയറിയിട്ടേ. രാധാകൃഷ്ണ. ഓക്കെ, ഫസ്റ്റത്തെ ഓർഡർ റൗണ്ടിലേക്ക് കയറുന്ന വഴിയിലാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് പയ്യെ മോട്ടർ ഓൺ ചെയ്യാം. ഞാൻ ആവശ്യമുണ്ടെങ്കിൽ മാത്രം മോട്ടർ ഓൺ ചെയ്യാറുള്ളൂ കേട്ടോ. അപ്പോൾ മോട്ടർ ഓൺ ചെയ്തിട്ട് നമുക്ക് പയ്യെ പോവാം കേട്ടോ. പകുതി പണിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഇൻ്റർലോക്കൊക്കെ ചെയ്ത പിന്നെ തൃശ്ശൂരൊന്നും ഈ ഭാഗത്തൊന്നും അധികം വെള്ളം കയറാറില്ല കേട്ടോ. ഏറ്റവും കഷ്ടപ്പാട് ആ പുഴയ്ക്കൽ ആ സൈഡിലാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ വെള്ളപ്പൊക്കവും ഫുള്ള് ചെളിയും കുഴിയും ഒക്കെ വരണത്. എൻ്റെ പൊന്നെ, സൈക്കിള് വെക്കാനാണ് പണി കേട്ടോ. രാധാകൃഷ്ണയുടെ മുന്നിൽ ഈ സൈഡിലാണ് വരുന്നത്. അത് കുറച്ച് പണിയാണ്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ സൈഡിൽ കൂടെ അങ്ങോട്ട് കയറ്റാം കേട്ടോ. അല്ലാണ്ട് സൈക്കിൾ ഇവിടെ വെച്ച് പോണത് നടപടിയാവും തോന്നുന്നില്ല. ഇത്ര നേരം മഴ ഉണ്ടായിരുന്നില്ല കേട്ടോ കാലത്ത്. ഇത്ര നേരം മഴ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നല്ല രീതിയിൽ മഴച്ചാറ്റിലും വലിയ മഴയില്ല, എന്നാലും ചെറിയ മഴയായിട്ടുണ്ട് കേട്ടോ. സോ സൈക്കിൾ നമുക്ക് ഇവിടെ വയ്ക്കാം. ഇവിടെ വെച്ചിട്ട് ഓർഡർ എടുക്കാം കേട്ടോ. $73.92 ആണ്. ഇതാണോ? ഓക്കെ. ഈ മഴയത്ത് സീനാണ് കേട്ടോ. സമ്മതിക്കണം ഈ സൊമാറ്റോ ഡെലിവറിക്കാരെ. എന്നുവെച്ചാൽ എന്നെയും ഞാനത് തന്നെയാണല്ലോ ചെയ്യണല്ലേ. ഇനി നമുക്ക് ഇത് എവിടെയാണ് കിട്ടിയിരിക്കണേന്ന് നോക്കണം കേട്ടോ. പൂങ്കുന്നതാണല്ലോ. എൻ്റെ ദൈവമേ, പൂങ്കുന്ന സീനാണ് കേട്ടോ. പൂങ്കുന്നം ഈ പറഞ്ഞോളാം, അവിടെ ഫുള്ള് വെള്ളവും ചെളിയും എല്ലാം ഉണ്ട്. പൂങ്കുന്നം പണിയാണ് കേസ്. നല്ല അടിപൊളി പണിയാണ് കേട്ടോ. ഭാരത് പെട്രോളിയം. ഓക്കെ, MG റോഡ് ആ വഴിയാണ് കേട്ടോ. ഇത് ശരിക്കുള്ള വഴി കൂടെ തന്നെയാണ് കേട്ടോ പോണത്. ഇത് ഷോർട്ട് കട്ടും കാര്യങ്ങളൊന്നുമില്ല. കഴിഞ്ഞ ആഴ്ചത്തെ വ്ളോഗ് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. മീൻസ് ലാസ്റ്റത്തെ വ്ളോഗ് തൃശ്ശൂർ റൗണ്ടിൽ കൂടെ നേരിട്ടിട്ട് തന്നെയാണ് കേട്ടോ പോണേ. സാധാരണ ബൈക്കുകാർ പോയില്ല ആ വഴി തന്നെ. ഇവിടെ എവിടെയാണ് ലൊക്കേഷൻ വരുന്നത്? ഡെലിവറിയുടെ സ്ഥലത്തെത്തി. ഇവിടെ ലൊക്കേഷൻ തന്നിരിക്കുന്നത് ഹൗസ് നമ്പർ തന്നിട്ടില്ല. ഹൗസ് നമ്പർ ഉണ്ടെങ്കിൽ കുറച്ചും കൂടിയും ഇതാണ് കേട്ടോ. ഹൗസ് നമ്പർ തന്നിട്ടില്ല. M ഉണ്ണികൃഷ്ണൻ, രചന. ഓക്കെ, അവിടെ കൈകാട്ടട്ടെ. വെൽക്കം. അപ്പോൾ അത് കഴിഞ്ഞു, ഡെലിവറി കഴിഞ്ഞു. എത്ര പേർക്ക് ഈ ഒരു റോഡിനെ കുറിച്ച് അറിയാമെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ന്യൂയോർക്കിലുള്ളവർക്കൊക്കെ ഈ റോഡിനെ കുറിച്ച് അറിയാൻ സാധ്യത കൂടുതലാണ്. ന്യൂയോർക്ക് രീതിയിലാണ് നമ്മൾ ഈ റോഡുകളൊക്കെ പണിത് വെച്ചിരിക്കുന്നത് കേട്ടോ. ഈ സൈഡിലത്തെ
അതുകൊണ്ട് നമ്മുടെ കേരളത്തിലുള്ളവർക്ക് അറിയില്ല, ന്യൂയോർക്ക് ആ സൈഡിലുള്ളവർക്ക് അറിയാൻ പെട്ടെന്ന് സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾക്കറിയാമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാട്ടോ, ന്യൂയോർക്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ. എൻ്റെ പൊന്നെ, ഇവിടെയൊക്കെ എങ്ങനെ ഡെലിവറി ചെയ്യുന്നത് നിങ്ങൾ പറയണേ. എൻ്റെ പൊന്നോ, ഇവിടെ ഫുള്ള് വെള്ളാട്ടോ. ദൈവമേ, ഈ പാടം ഫുള്ള് വെള്ളത്തിലാണ്. റോഡിൻ്റെ നടുവിൽ കൂടെ പോകാനേ പറ്റുള്ളൂ കേട്ടോ, റോഡിൻ്റെ നടുവിൽ കൂടെ പോകാനേ പറ്റുള്ളൂ പതുക്കാനെ. ഞാൻ ആരും കുറ്റം പറയണതല്ല കേട്ടോ, ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാത്തതാണ് നമ്മുടെ വ്ളോഗിൽ. റോഡെങ്കിലും നന്നാക്കിയിട്ടൂടെ ഈ സൈഡിൽ? എൻ്റെ ദൈവമേ, ഈ കുഴിയിൽ വീണ എൻ്റെ പൊന്നെ. ആ വണ്ടിയൊക്കെ എന്താ ചേട്ടാ, പ്രശ്നം പറ്റിയാലോ? ഓണാവണില്ല. ആ, ന്യൂയോർക്കിൽ നന്നാക്കും ചിലപ്പോ, ഇവിടെ നന്നാക്കില്ല. റോഡ് ചേട്ടൻ്റെ വണ്ടി ഓണാവണില്ല. ദൈവേ, എൻ്റെ ഓണാവണ്ടോ നോട്ടെ കേട്ടോ. ആ ഗൈസ്, എൻ്റെ ഓണാവുണ്ട്. ഉള്ളി കയറി ഉണ്ടാ ചേട്ടാ, തള്ളി തരണോ? ഓണാവില്ല, അങ്ങനെയൊന്നും നടക്കില്ല. എൻ്റെ മോനെ, ഇത് തുടക്കം മാത്രമാണ് കേട്ടോ, ഇത് വെറും തുടക്കം മാത്രം. ന്യൂയോർക്കിലത്തെ ഇത് നിങ്ങൾ കാണാൻ പോകുന്നേ ഉള്ളൂ. ഓ സീൻ. മര്യാദയ്ക്ക് പിന്നെ സൊമാറ്റോ ഡെലിവറി ചെയ്യാണ്ടും പറ്റില്ലല്ലോ അല്ലേ, അതാണ് അടുത്ത തലവേദന. ബുക്ക് ചെയ്യുകയും ചെയ്തു. എൻ്റെ പൊന്നെ, ബസ്സുകാർക്കൊന്നും കുഴപ്പമില്ല കേട്ടോ, ബസ്സുകാർക്കൊന്നും കുഴപ്പമില്ല. ഈ സാധനം, ഈ സൈക്കിളും ബൈക്കുമാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം കേട്ടോ. ഇതിൻ്റെ വാറ് പൊട്ടും ചെയ്തു അതിൻ്റെ ഇടയിൽ. എല്ലാ പണിയും കൂടിയും ഒരുമിച്ചാണ് കേട്ടോ. ചേട്ടനത് നോക്കിക്കണം, പൊക്ക കേട്ടോ. ദൈവമേ, ഞാൻ തിരിച്ച് ഈശോ ഒറ്റ വിടലാട്ടാ, വേറെ വഴിയൊന്നുമില്ല. ഈശോ, ഷെവർലെൻ്റെ ബീറ്റ്. അതിൻ്റെ സൈലൻസറിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട് കേട്ടോ, സൈലൻസറിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ. ഇതേതാ? ക്രെറ്റ. ഇക്റ്റിയോസ് അതീ കൂടെ കയറ്റാനുള്ള പ്ലാനാണ് കേട്ടോ. വളച്ച് കയറ്റം കയറുമ്പോഴല്ലേ 6 ആക്ക് അടിക്കുക. വാഗണാറൊന്നും കുഴപ്പമില്ല. അതെ, അടുത്ത ഇക്റ്റിയോസ് വരുന്നുണ്ട്. അടുത്ത ഇക്റ്റിയോസ് സ്കോപ്പ്. ഇതിൻ്റെ വാറും പൊട്ടി. സാധനം കണ്ടോ, നൂല് വിട്ട്. ഇന്നാരും കാലത്ത് ഫുഡ് കഴിക്കണ്ട കേസ്. ചേട്ടാ, അവിടെ കുഴിയോ? അവിടെ കുഴിയുണ്ട് അവിടെ. അരി കൂടെ കയറ്റിക്കോ. ആ, ഹോണടിച്ചോ പോണേട്ടാ. ചേട്ടൻ കയറാൻ നിൽക്ക, അങ്ങോട്ട് പോവാനാ? ആ, ഡസ്റ്റർ, കിയ, ഇത് സെൽറ്റോസ്. അവരുടെ ബൈക്കിനുണ്ട പണി കിട്ടും. അവരുടെ 2 പേര് ഏവിയേറ്ററും അതിനും പണി കിട്ടും. സ്വിഫ്റ്റൊന്നും കുഴപ്പമില്ല. ബൈക്കുകൾക്ക് ചില വണ്ടികളൊന്നും കുഴപ്പമില്ല. ഭയങ്കര എൻ്റെ ഹണ്ടറൊക്കെ വൻ സീനാണ് കേട്ടോ. അതൊന്നും കുഴപ്പമില്ല. അതേ വരുന്നു, പറഞ്ഞു തീർന്നില്ല. ദേ വരുന്നു ഹണ്ടർ കേട്ടോ. ഹണ്ടർ പണി. ചേട്ടാ, കുഴിയുണ്ട് അവിടെ, കുഴിയുണ്ട്. ആ, ആക്റ്റീവ. ഹീറോ ഹോണ്ട വരുന്നുണ്ട്. ഹീറോ ഹോണ്ട അതേ പുകഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അവിടെ ഹീറോ ഹോണ്ട പുകഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതെ, പിക്കപ്പ് വെഹിക്കിളും വന്നിട്ടുണ്ട്. ഇവിടെ കിടന്നു കഴിഞ്ഞാൽ അവർക്ക് നല്ല രീതിയിൽ കച്ചവടം കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട്. ഇതൊന്നും കുഴപ്പമില്ല. ഹീറോ ഹോണ്ട ഇത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പോലീസുകാർ തടയുന്നുണ്ട് കേട്ടോ ആ ഭാഗത്ത്. പൊക്കോളൂ. ഞാനെന്തായാലും ഈ പരിപാടി ഇവിടെ നിർത്തിയിട്ടാ. നടപടിയാണോ കേസല്ല. ഫുഡ് ഞാൻ വീട്ടിൽ കൊണ്ടുപോയി കഴിച്ചുകൊണ്ട് ഇല്ല, ഡെലിവറി കൊടുത്തു കഴിഞ്ഞോട്ടോ, വെറുതെ പറഞ്ഞതാ. ആ ബൈക്ക് KSRTCയുടെ ബാക്കിൽ പിടിച്ചു വന്നാലും കാര്യമില്ല കേട്ടോ.
ദൈവമേ പോണ നോക്ക്. ഒറ്റ വിടലാണ് കേട്ടോ. അവനെ ബ്രേക്ക് പിടിക്കലും പരിപാടികളൊന്നും ഇല്ല. ഒറ്റ വിടലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ വിടലാ. ഇന്നോവക്കാരൻ ഇന്നോവയ്ക്കൊന്നും കുഴപ്പമില്ല. ഇന്നോവ കുറച്ചുകൂടി പൊങ്ങിയിട്ടുള്ള വണ്ടിയില്ല, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല കേട്ടോ. ഇന്നോവ എന്നാലും പടച്ചു വിടുന്നുണ്ട് ചെറുതായിട്ട്. അവിടെ ഹുണ്ടായുടെ ഇത് വരുന്നുണ്ട്. അവിടെ പോളോ വരുന്നുണ്ടല്ലോ. പോളോ അല്ല വണ്ടി. ബൈക്കുകാർക്ക് ഒരു രക്ഷയില്ല കേട്ടോ. റെയിൻകോട്ട് പോലും ഇല്ലാണ്ടാ പോണേ. ദൈവാക്റ്റീവ ഫുള്ള് നിറഞ്ഞ് സൈലൻസർ ഉള്ളി കൂടെ വെള്ളം. അവിടെ ബ്ലോക്ക് കൂടി ഉണ്ടായി കഴിഞ്ഞാൽ കുഴി കൂടി ഉണ്ടെങ്കിലല്ലേ കഴിഞ്ഞ്. ഈശോ ക്രെട്ടയൊന്നും കുഴപ്പമുണ്ടാവില്ല. ഇതേതാ വണ്ടി? ആഹാ വരൂ മകനെ. ഈ വണ്ടിക്ക് വേണ്ടിയിട്ടായിരുന്നു ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നേ. ചെല്ലു. XUV-ക്കൊന്നും കുഴപ്പമൊന്നുമില്ല. ആ സൈഡിൽ കൂടെ പോയിക്കോളൂ. എൻ്റെ ദൈവമേ, മോട്ടർ വെച്ചിട്ടാ പോണേ. ആഹാ ഇവനെയാണ് എനിക്ക് കാണണ്ടേ. CLA ബെൻസിൻ്റെ വണ്ടി. ആഹാ പോയി. ഇത് ബ്രഷ് ഒന്നും കുഴപ്പമില്ല. വെൻസും കടന്നു കേട്ടോ. വെൻസ് ടയർ മുങ്ങിയെങ്കിലും ഈശോ ചേച്ചി സൂക്ഷിച്ച് ചേച്ചി സൂക്ഷിച്ച് ആക്സിലേറ്റർ കൊടുക്ക്. ആ ഭാഗത്തൊരു കുഴി ഉണ്ട് കേട്ടോ നടുവിൽ. ആ കുഴിയാണ് പണി. അത് വലിയൊരു കുഴിയാണ്. ഓട്ടോറിക്ഷക്കാരനൊന്നും കുഴപ്പമില്ല. ദൈവമേ സീൻ ഗൈസ്. ആളുടെ വണ്ടി ഓഫായെന്ന് കേട്ടോ. ജൂപ്പിറ്റർ വണ്ടി അത് ഓഫായെന്നുണ്ട്. അവിടെ തള്ളിപ്പോണ്ട്. എൻ്റെ ഈ സാധനങ്ങളൊക്കെ ലൂസായി വെള്ളത്തിലുമായി. എടാ ഇത് ഞാൻ മണ്ടത്തിലായിട്ട് ഞാൻ ഈ 2 ദിവസം എല്ലാ ദിവസവും ഇത് ബുക്ക് ചെയ്താലേ സൊമാറ്റോ ഓടാൻ പറ്റുള്ളൂ കേട്ടോ. അതാണെങ്കിൽ ഭയങ്കര തിരക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം കിട്ടാൻ സൊമാറ്റോ ഭയങ്കര ബ്ലോക്കാണ് കേട്ടോ കിട്ടാൻ വേണ്ടിയിട്ട്. ശനി ഞായറൊന്നും നോക്കണ്ട. ശനി ഞായർ എനിക്ക് ആ കൂടി ഒഴിവുള്ളത്. ഇതേ പോയി വരണം. ശനി ഞായർ എനിക്ക് ഒഴിവുള്ളത്. ശനി ഞായറും കിട്ടാനും മാറാട്ടാ. ടാറ്റയുടെ വണ്ടിയാ. ചെല്ല്. അൾട്രോസ്. ഞാൻ അതുകൊണ്ട് ഞാൻ പറഞ്ഞു എല്ലാ ദിവസവും ഒന്നുമില്ല ചേട്ടാ, നേരെ നോക്കി പൊക്കോ. ആഹാ ആംബുലൻസ് അതിൻ്റെ ഉള്ളിൽ കൂടെയാ. വൈ എന്തുകൊണ്ട് ഇവിടെ ഇങ്ങനെ വെള്ളം നിറയണത്? ഡ്രെയിനേജ് ഇല്ലാണ്ടാണ് വെള്ളം നിറഞ്ഞത്. ഓക്കെ ഇത് റൈഡ് പോകുമ്പോൾ പഞ്ചർ കിട്ടണോണാ. ഒരു ദുരന്തം വരുമ്പോൾ കുഴപ്പമില്ല. ഇതിനപ്പുറം നമ്മൾ കണ്ടിട്ടുള്ളതാ മലയാളികൾ. പക്ഷേ റോഡൊന്ന് നന്നാക്കിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആക്സിലേറ്ററുമ്പോൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇത് ആക്സിലേറ്റർ ശ്രദ്ധിക്കണം, റോട്ടിലത്തെ കുഴിയും ശ്രദ്ധിക്കണം. എൻ്റെ പൊന്നെ തിരമാല അടിക്കണോണോ കേട്ടോ. ചേട്ടാ ടൈറ്റാവ്. ഇത് ടൈറ്റ് ആവണില്ല കേട്ടോ. ഇതങ്ങനെ ഇരുന്നോട്ടെ കേസ്. ഇത് നടപടിയാണെന്ന് തോന്നണില്ല കേട്ടോ. ഞാൻ അല്ലെങ്കിലേ ഇവിടെ പെട്ട് കിടക്കും. ഞാൻ ഡെലിവറി പയ്യെ നിർത്തിയത്. നോക്കി ഇലക്ട്രിക് EV ഒന്നും കുഴപ്പമില്ലാണ്ട് കയറി വരുന്നുണ്ട് കേട്ടോ. എല്ലാരും വീഡിയോ എടുത്തിട്ടാ വരണേ കാറുകാരെ. എൻ്റെ ദൈവമേ, ബസ്സിനാണ് കുഴപ്പം. ഞാൻ എന്തായാലും ഇത് ഓഫ് ചെയ്തിട്ടേ ഇതിപ്പോൾ ഞാൻ എങ്ങനെ ഇത് പിടിക്കുക? ഒരെണ്ണം പൊട്ടിയിട്ടുണ്ട്. എൻ്റെ ദൈവമേ, ഒരു മിനിറ്റ് ചേട്ടാ. ഇതേത് കോളിസല്ലേ ഇത്? അത് പജീറിയ. എൻ്റെ ദൈവമേ ചേട്ടാ. പൊക്കോളൂ. ഞാൻ റോഡിൻ്റെ നടുവിലേക്ക് നീങ്ങട്ടെ കേട്ടോ. ചെരുപ്പ് പണിയാ. ഓക്കെ ഈശോ കുഴപ്പമില്ല ചേട്ടാ, നനഞ്ഞോളാ. അമ്പോ ഭീകരൻ ചേട്ടാ. അത് റോങ് വേയാ. എവിടെ? പൊക്കോളൂ ചേട്ടാ, പൊക്കോളൂ. ഞാനേ മോട്ടർ ഓൺ ചെയ്തിട്ടേ പയ്യെ പോവാട്ടോ, അല്ലേ ഞാൻ ഇവിടെ നിൽക്കുള്ളൂ. ആഹാ നോക്കി, ഇവിടെ വലിയ കുഴിയാണ് കേട്ടോ.
ഓൾ ദ ബെസ്റ്റ്. യുദ്ധത്തിന് ഇറങ്ങാൻ പോകണോ? പൊളി. നെസ്റ്റോ, ഇവിടെ നെസ്റ്റോയിലൊക്കെ ഫുള്ള് വെള്ളം കയറി തീരുമാനമായി ഉണ്ടാവും കേട്ടോ. എൻ്റെ പൊന്നേ, ഇത് കഷ്ടപ്പെടണത് ഈ ബൈക്കിൽ ജോലിക്ക് പോണവരും അതുപോലെ തന്നെ ഇപ്പോൾ ദേ വയനാട്ടിലിട്ട് കണ്ട ഇഷ്യൂ കണ്ടില്ലേ നിങ്ങൾ, അത് അവർ പിന്നെ ഈ വീട്ടിൽ വെള്ളം കയറിയവർ അവരൊക്കെയാണ് കേട്ടോ. ബാക്കിയുള്ളവർക്ക് ഈ പറഞ്ഞോണോ കാറിലൊക്കെ ഇപ്പം എനിക്കൊരു കാറ് വാങ്ങിയാൽ കൊള്ളാതുണ്ട് കേട്ടോ. ഇപ്പം എനിക്കൊരു കാറ് വാങ്ങിയാൽ കൊള്ളാതുണ്ട്. ചില സമയത്ത് ഒരു കാർ എടുക്കാനൊരു താല്പര്യം വരും. ബാക്കിയുള്ളവർക്കൊന്നും ലൈക്ക് കാറിലും ബസ്സിലും അതുപോലെ തന്നെ ബസ്സിൽ പോകണവർക്ക് കുഴപ്പമില്ല കേട്ടോ. പ്രൈവറ്റ് ബസ് ആശ്രയിച്ച് ജോലിക്ക് പോകുന്ന വ്യക്തികളുണ്ടല്ലോ, ലൈക്ക് അവർക്ക് ട്രാൻസ്പോർട്ടേഷൻ അത്ര വലിയ ബുദ്ധിമുട്ടാവില്ല അവർക്ക്. കാരണം ബസ്സിലല്ലേ നമ്മളെപ്പോലെ ഈ പറഞ്ഞ ലൈക്ക് ഈ ആൾക്കാർ ഈ ബൈക്കിലൊക്കെ പോണത്. ഇപ്പോൾ ഓരോരുത്തർ കണ്ടില്ലേ ബൈക്കിലും ഇപ്പോൾ ഈ സ്കൂട്ടിയിൽ ഒക്കെ പോകുന്നവർക്ക് ഈ റോഡും മോശമായ വെള്ളവും കയറിയ തീരുമാനം ഉണ്ടോ. വേറൊരു പരിപാടിയുള്ളത്, ഈ സാധനം ബൈക്കായാലും ലോറി ആയാലും പെഡസ്ട്രിയൻസിന് അവരൊരു ഒഴിവ് കഴിവും കൊടുക്കില്ല കേട്ടോ. വെള്ളം അങ്ങോട്ട് തെറിപ്പിച്ച് പോവും. ഓവൻ ഷവായ അവിടെ നിന്ന് ട്രൈ ചെയ്യണം. നമുക്കൊക്കെ സ്വർഗ്ഗ കേസ്. എൻ്റെ വീട്ടിലൊന്നും ഒരു പ്രശ്നമില്ല കേട്ടോ. വീടിൻ്റെ പരിസര പ്രദേശങ്ങളിൽ എൻ്റെ ബന്ധുക്കൾക്കോ കൂട്ടുകാരന്മാർക്കോ ഈ കഷ്ടപ്പെടുന്നവർ ഈ മഴക്കാലത്ത് പണി വരുമ്പോഴാണ് സമ്മതിക്കണം. നമ്മളെ കൊണ്ട് പറ്റാവുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുക, പ്രാർത്ഥിക്കുക, വേറൊന്നും ചെയ്യാനില്ലേ. ഇനി പയ്യെ ഞാൻ ഇവിടുന്ന് MG റോഡ് കയറി പോവാണ് കേട്ടോ. ഞാൻ സൊമാറ്റോ ഓഫ്ലൈനാക്കി. സൈക്കിളിൽ ഈ വെള്ളപ്പൊക്കത്തിൽ കൂടെ എന്തായാലും നടക്കണ കാര്യമല്ല. ഞാൻ സൊമാറ്റോ ഓഫ് ചെയ്തു കേട്ടോ. അയ്യോ, പോലീസുകാർ ഇവിടെ നിൽക്കണ്ടായിരുന്നു അല്ലേ. അവിടെ വെള്ളമാണെന്ന് പറയാൻ വേണ്ടിയിട്ടായിരിക്കും. ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ അവരെ. ഞാൻ പയ്യെ പരിപാടി നിർത്തിയിട്ട് സൈക്കിള് തുടച്ച് വെക്കുക കേട്ടോ. കാരണം ഈ സാധനം ഇലക്ട്രിക്കാണ്, ഒരു പരിധി വരെ കുഴപ്പമില്ല കേട്ടോ. ആ പരിധി വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ സാധനം ചിലപ്പോൾ പണിയാവും കേട്ടോ. അങ്ങനെ പ്രശ്നം വരാൻ ചാൻസ് ഇല്ല. ഞാനേ ഇതിൻ്റെ ഉള്ളിലാണ് എൻ്റെ ക്യാമറയും ഫോണുകളൊക്കെ വെച്ചിട്ടുള്ളത് കേട്ടോ. ദയവേ ഒന്നും വെള്ളം കയറിയില്ലല്ലോ. എന്നാ ഈ 2 ഫോണും കൊണ്ട് ചാർജ് ചെയ്യാൻ ഒന്ന് തുടച്ചിട്ട് ചെയ്തോ കേട്ടോ. സോ വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. സ്റ്റേ ട്യൂൺ. കിടിലൻ വ്ളോഗുകൾ വരാനുണ്ട്. ഇത് ഒരു പണി കിട്ടിയ വ്ളോഗാണ് കേട്ടോ. ഞാനാണെങ്കിൽ ഇന്നും നാളെയും മറ്റന്നാളും ഒക്കെ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. മുൻകൂട്ടി ബുക്ക് ചെയ്ത് വെക്കണം കേട്ടോ. എന്നാലേ ഈ സാധനം കിട്ടുള്ളൂ. നമ്മൾ ബുക്ക് ചെയ്ത് വെച്ചിട്ട് പിന്നെ നമ്മൾ പോകാണ്ടിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സമയത്ത് ജോലി ചെയ്യാൻ ലൈക്ക് വില്ലിങ് ആയിട്ടുള്ള ആൾക്കാരുകളെ പറ്റിക്കണമെന്നാവില്ലേ. ഞാൻ ഈ ബുക്ക് ചെയ്ത് വെച്ചിട്ട് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര രൂപയാണ് കൂട്ടാൻ എനിക്കറിയില്ല. ക്യാൻസൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ക്യാൻസൽ ചെയ്യണം. വീട്ടിൽ സേഫായിട്ട് ഇരിക്കുക. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. വ്ളോഗ് പോലെയല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും കിടിലൻ ഒരു അനുഭവമായിരുന്നു കേട്ടോ ഇറങ്ങിയത്. സ്റ്റേ ട്യൂൺ ഗൈസ്. അടുത്ത വ്ളോഗായിട്ട് കാണാം.